പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഞാനൊക്കെ ടോപ്പ് പഠിപ്പീന് അല്ല കാര്യത്തില്. ഞാനുണ്ടല്ലോ 7th വരെ അത് കാര്യം 6th പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ഇനി നമ്മളെ ക്ലാസ്സിൽ എങ്ങനെ അറിയോ റാങ്ക് ഉണ്ടാവും 37, ഇപ്പോഴും ഓർമ്മയുണ്ട് 37 സ്റ്റുഡൻസിന് നമ്മുടെ ക്ലാസ്സിൽ. അതിൽ റാങ്ക് 1 ഞാൻ ആലോചിച്ച് നോക്കാം. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ റാങ്ക് 1 ആയിട്ട് ജയിച്ച ഞാൻ ഒരു 10th എത്തിയപ്പോൾ ഒന്ന് പാസ്സാവാനൊക്കെ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അന്നൊക്കെ എന്താ പറയുക, അന്നൊക്കെ സത്യം പറഞ്ഞാല് ഞാൻ ഇപ്പോൾ നമ്മൾ സ്വയം പഠിക്കണ്ടേ അല്ലേ? അതായത് നമുക്ക് ആകെ കിട്ടുന്നത് പറഞ്ഞാൽ ഒന്ന് സ്കൂൾ, ഒന്ന് ട്യൂഷന്, ഈ ഒരു ഇത് മാത്രമേ അന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ബാക്കോട്ടായി എന്നല്ല. സത്യം പറഞ്ഞാൽ കളിച്ച് നടന്നാട്ടോ ഞാനൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ ഫുൾ കളിച്ച്, +2 10ഒക്കെ. കാരണം ആ ടൈമിലൊക്കെ കളിച്ച് നടക്കേണ്ട പ്രായം. ആ ടൈമിൽ എന്തിനാ പറയുക പഠിച്ചിട്ടൊക്കെ ഒരു കാര്യമില്ല എന്ന് വിശ്വസിച്ച് നടന്നതാണ് ആ സമയത്ത് ഫുൾ കളിച്ച് കിടന്നത്. അപ്പം പറഞ്ഞു വന്നതാവുന്നല്ല. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളിൽ കുറേ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല അല്ലേ? നമുക്ക് ഒരുപാട് തരത്തിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടല്ലേ? ഇപ്പൊ പഠിക്കുന്ന സമയത്ത് എന്താ എക്സ്ട്രാ ഒരു സപ്പോർട്ടായിട്ട് കിട്ടിയത്? ഇപ്പൊ നമ്മള് ഇപ്പൊ 10th എക്സാമിന്റെ സമയത്ത് നൈറ്റ് ക്ലാസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, അത് പണ്ടേ ഉള്ളതാണോ? ആണോ? അല്ല അത് അതൊക്കെ ഓക്കെ. അതായത് ഇപ്പൊ നമുക്ക് പുറത്തുനിന്ന് കിട്ടും. ഓ അങ്ങനെ. അതിപ്പോ എന്താ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, ടെക്നോളജി. പക്ഷെ അന്നൊക്കെ യൂട്യൂബ് അങ്ങനെ കാണല്ലോ. കാരണം എനിക്ക് ഓർമ്മയുണ്ട് 10th പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ള ഫോൺ ഏതാ അറിയാം, Nokia N70. സ്മാർട്ട് ഫോൺ അന്നെനിക്ക് കിട്ടിയിട്ട് പോലില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ആ സ്വിച്ച് ഫോണാണ്. അപ്പൊ അതിലൊക്കെ യൂട്യൂബിന്റെ ഒക്കെ ഒരു ലിമിറ്റ്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് അന്നൊക്കെ റീചാർജ് എങ്ങനെയാ 29 രൂപയ്ക്ക് 120 MB കാർഡ് സ്ക്രാച്ച് ചെയ്തിട്ടുള്ള കാർഡ്സ്. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടം ഇന്നത്തെ ഒരു കാലഘട്ടം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് നല്ല മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ടെക്നോളജികൾ നമ്മുടെ ഈ നാട്ടിലും ഈ ലോകത്തൊക്കെ ഉണ്ട്. സോ അതിനു വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു 4 വെബ്സൈറ്റുകളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് math.net. മാത്സുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എല്ലാ ഇക്വേഷൻസിനുമുള്ള ആൻസേഴ്സ് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മാത്സ് കുറെ ആളുകൾക്ക് ടഫാണ്. സോ മാത്സുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും math.net എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സെക്കൻഡ് വണ്ണാണ് mock.org. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊരു സബ്ജക്റ്റും ആയിക്കോട്ടെ, ഏതൊരു കോഴ്സും ആയിക്കോട്ടെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. തേർഡ് വൺ ആണ് gamma.app. ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് വേണ്ട എല്ലാ ടോപ്പിക്സിൻ്റെയും പ്രസൻറ്റേഷൻസ് അവൈലബിൾ ആണ്. ആൻഡ് ഫോർത്ത് വൺ ആണ് topperworld.com. ഇതിൽ നമുക്ക് എല്ലാ ബണ്ടിൽസ് ഓഫ് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. topperworld.in അല്ലേ? .in. അതായത് നമുക്ക് വേണ്ട എല്ലാ ബണ്ടിൽസ് ഓഫ് സ്റ്റഡി മെറ്റീരിയൽസും അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനേ കുറച്ചും കൂടി ഈസിയാണ്, അതും ഫോൺ വെച്ചിട്ടില്ലേ. സോ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസിനും കെൻമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.